ഹായ് വെൽക്കം ടു മാറ്റ്കം ടീം മാറ്റ്കമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓൾറെഡി 32/2025 മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ മെയിൻസ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ടിയിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് എല്ലാ വീഡിയോസിന് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കണ്ടു നോക്കാം. റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ഒരു ജി കെ അല്ലെങ്കിൽ എന്ത് പറയാം, ഓൾമോസ്റ്റ് ജി കെ എന്ന് പറയാം, അല്ലെങ്കിൽ റിലേറ്റഡ് ടു പൊളിറ്റി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. കേരളത്തിൽ ആകെ രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം, കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9 ആണ്. അതായത് കേരളത്തിലുള്ള ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 20-ഉം രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 9-ഉമാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. ദെൻ 32 കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ ആര്? കേരള സംസ്ഥാനത്തിന്റെ ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറാണ്. RN രവി എന്ന് പറയുന്നത് തമിഴ്നാട് ഗവർണറാണ്. RL രവി എന്ന് പറയുന്നത് തമിഴ്നാട് ഗവർണറാണ്. PS ശ്രീധരൻ പിള്ള എന്ന് പറയുന്നത് മിസോറാം ഗവർണറാണ്. സോ കേരളത്തിന്റെ സംസ്ഥാന ഗവർണർ എന്ന് പറയുന്നത് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ്. ഓക്കെ, ഇനി ബാക്കി പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. പൊളിറ്റി അല്ലെങ്കിൽ ജനറൽ ഇൻഫർമേഷൻ. ആർട്ടിക്കിൾ പോക്സോ നിയമം 12 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്ന ആരെയാണ്? 14 വയസ്സിൽ താഴെയുള്ളവർ, 15 വയസ്സിൽ താഴെയുള്ളവർ, 16 വയസ്സിൽ താഴെയുള്ളവർ, 18 വയസ്സിൽ താഴെയുള്ളവർ. ഒരു കോൺട്രവേഴ്സിയുള്ള ടോപ്പിക്കാണ്. സോ ബേസിക്കലി ഈ കാര്യം അമെൻഡ് ചെയ്യണം. ഈ 18 വയസ്സ് എന്ന് പറഞ്ഞ 16-ലേക്കോ 14-ലേക്കോ റെഡ്യൂസ് ചെയ്യണം. കാരണം അപ്പം നമ്മൾ കാണുന്ന മിക്ക ഡെവലപ്ഡ് നേഷൻസിനും, നമ്മൾ കൺസിഡർ ചെയ്ത മിക്ക ഡെവലപ്ഡ് നേഷൻസിലും വയസ്സെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കുട്ടി നിർവചിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് 14 വയസ്സ്, അല്ലെങ്കിൽ ലൈക്ക് കപ്പാസിറ്റി ടു സേ ദ വിൽ, യെസ് ഓർ നോ പറയാൻ കപ്പാസിറ്റി ഉള്ള പ്രായമായിട്ട് നിർവചിക്കുന്നത് 14 വയസ്സിൽ 16 വയസ്സാണ്. ഇന്ത്യയിൽ ഈ 18 വയസ്സെന്ന് പറയുന്നത് വളരെ ഓക്വേർഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ മാറ്റണമെന്നുള്ള ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ബട്ട് ആസ് ഓഫ് നോ 2012 പോക്സോ ആക്ട് പ്രകാരം എന്താണ് ഈ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ളവരെയാണ് കുട്ടിയായിട്ട് കൺസിഡർ ചെയ്യുക. അത് ആൺകുട്ടിയാവും, പെൺകുട്ടിയാവും, അല്ലെങ്കിൽ ലിംഗം ഡിറ്റർമൈൻ ചെയ്യാത്തൊരു വ്യക്തിയാവാം. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി, ദാറ്റ് മീൻസ് സെൻട്രൽ കൺസ്യൂമർ കമ്മിറ്റി, കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? മിനിമം, നോട്ട് മാക്സിമം, മിനിമം. സോ സെൻട്രൽ കൺസ്യൂമർ കമ്മിറ്റി എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 1 മീറ്റിംഗ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനുടെ കാലാവധി എത്ര? സോ ബേസിക്കലി റീസെന്റ് ആയിട്ട് നടന്നൊരു അമെന്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ. 5 വർഷമായിരുന്നു ഇവരുടെ ടെന്യൂർ, 5 years per 65. ഒന്നെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് പൂർത്തിയാവുകയായിരുന്നു അവരുടെ ടെന്യൂർ എന്ന് പറയുന്നത്. അതാണ് എന്ത് 3 വർഷമായിട്ട് റെഡ്യൂസ് ചെയ്ത് 3/65 ആയിട്ട് ചേഞ്ച് ചെയ്ത്. സോ എന്താണ് 3 വർഷമാണ് ഇവിടുത്തെ ആൻസർ. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലൈക്ക് ഈ പറയപ്പെടുന്ന ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് എന്ന് പറയുന്നത് എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ് ആണ്. അതായത് ഈ 3 വർഷത്തെ ടെന്യൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 3 വർഷം കൂടി അവരെ വിവരാവകാശ കമ്മീഷണേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ദേ ആർ എലിജിബിൾ ഫോർ റീ അപ്പോയിന്റ്മെന്റ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ഓപ്ഷൻ സി ജയന്തി പട്നായിക് ആണ്. ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പ്രൊട്ടക്ഷൻ ഓഫീസർമാരും സർവീസ് പ്രൊവൈഡേഴ്സും പബ്ലിക് സർവൻസ് ആയിരിക്കും. ഒബ്വിയസ്ലി ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിരിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഗാർഹിക പീഡന നിരോധന നിയമത്തെക്കുറിച്ച് കാലാകാലങ്ങളിൽ പൊതുമാധ്യമങ്ങളിൽ ബിക്കോസ് ദ പീപ്പിൾ ഷുഡ് ബി അവെയർ അബൌട്ട് ഇറ്റ്. ആളുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. സോ ഓട്ടോമാറ്റിക്കലി എന്താണ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് എത്തുന്ന മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്തും ആയിക്കോട്ടെ, അതിൽ അവർ അഡ്വർടൈസ്മെന്റ് നൽകിയിരിക്കണം, അതിൽ ഇൻഫർമേഷൻ കൊടുത്തിരിക്കണം. ഗാർഹിക അതിക്രമണത്തിന് ഇരയായവർക്ക് സൗജന്യ നിയമ സഹായം ലഭ്യമാകണം. ഫ്രീ ലീഗൽ എയ്ഡ് എന്ന് പറയുന്നത് ഗാർഹിക പീഡന നിരോധന നിയമം, ദ പ്രിവെൻഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഓഫ് 2005 ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. സോ സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി, ആ 3 സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല, അവർക്ക് അവിടെ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതാണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ ഇവിടുത്തെ തെറ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. അതായത് ഇവിടുത്തെ ഉത്തരവ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും.
കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷന് ദാറ്റ് മീൻസ് സെൻട്രൽ മൈനോറിറ്റി കമ്മീഷൻ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? മൊത്തം 7 അംഗങ്ങളാണുള്ളത്. അതിനകത്ത് ഒരു ചെയർപേഴ്സണ്, ബാക്കി 6 അംഗങ്ങളാണുള്ളത്. നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോ നോക്കിയാൽ 4 അംഗങ്ങളും ഉണ്ട്, 2 വേക്കൻസി എന്ന് പറയുന്ന വേക്കന്റുമാണ്. നമ്മളോട് ചോദിച്ചത് കപ്പാസിറ്റിയാണ്. അപ്പൊ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ചെയർപേഴ്സൺ കൂടാതെ 6 അംഗങ്ങളുണ്ടാവും. സോ എന്താണ് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ. സോ അപ്പൊ നമ്മൾ ബേസിക്കലി ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ച ഇന്ത്യൻ പൊളിറ്റിയുമായി കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു 3 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.